വീണ്ടും അർജന്റീന ചാമ്പ്യന്മാരായിരിക്കുന്നു. തുടർച്ചയായി 2ാം തവണ കോപ്പ അമേരിക്കയിൽ വീണ്ടും അർജന്റീന മുത്തമിട്ടിരിക്കുന്നു. ഞങ്ങളെ ഡിമരിക്കുള്ള കപ്പാണ്. മെസ്സി പരിക്കലായിട്ടും ഞങ്ങളെ മുഴുവൻ പ്ലേയേഴ്സും ആത്മാർത്ഥമായിട്ട് ഒറ്റ ടീമായി കളിച്ചു. അതിന്റെ മികവാണ് ഈ ഗോളും ഈ ജയവും. ഒരുപാട് സമയം ഗോൾ അടിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസ്, അർജന്റീന ഡിഫൻസ് മികച്ച ഡിഫൻസാ. ഞങ്ങൾക്ക് അവര് വിശ്വാസം ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ജയിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ കളി കാണാനിരുന്നത്. പുറത്തു പോയപ്പോ പേടിച്ചോ? ഒരു പേടിയില്ലായിരുന്നു. കാരണം മെസ്സിലാർ മികച്ച കളിക്കാര് ഇന്നിപ്പോ അർജന്റീനയിലുണ്ട്. ഒരു ടീമായി കളിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. ഡിമരിക്കുള്ള കപ്പാണ് ഇത്. എന്തായാലും എക്സ്ട്രാ ടൈമിന്റെ നിമിഷത്തിലേക്ക് ഗോൾ അടിച്ചു കയറ്റിക്കൊണ്ട് അർജന്റീന വിജയ ഗോൾ നേടി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ആഘോഷമാണ്. എല്ലാവരും വലിയ തോതിൽ ഓരോ തോതിലും ആൾക്കൂട്ടം ആഘോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? തീർച്ചയായും നല്ല മത്സരം കാഴ്ചവെച്ചു. ഫൈനലിന്റെ ആ ഒരു പ്രതീതി കിട്ടി എന്നുള്ളതാണ്. നമ്മൾ ഇതെന്താ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നമ്മൾ പ്രതീക്ഷ ചെയ്യാൻ തന്നെയാണ്. കൊളംബിയ ഇടിച്ചു കയറിയപ്പോ പേടിച്ചോ? ഇല്ല, ആദ്യം ഫസ്റ്റ് ഹാഫിൽ കുറച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ തമ്മിൽ. സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ട് അവസരങ്ങൾ അർജന്റീനക്ക് തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. അത് അവസാന നിമിഷം മെസ്സിയുടെ പരിക്ക് ആ ഒരു കളിയെ ബാധിച്ചത് ഫൈനൽ ഇതാണ്. പരിക്കം കളി അവർ കുറച്ച് കളിച്ചു, കുറച്ച് ഫിസിക്കലായിരുന്നു കളി. അത് കുറച്ച് ബാധിച്ചു എന്നുള്ളതാണ്. ആ മെസ്സിയുടെ കാല് കണ്ടല്ലോ, ആ ചെറുക്കനൊക്കെ അങ്ങനെ കയറ്റി പരിക്ക് വന്നാണ് വലിയ പ്രശ്നമായത്. ഏതായാലും ജയിക്കാൻ ടൈം ബാക്കർ എത്തിയിരുന്നെങ്കിൽ തീർച്ചയായും 100% ചെയ്യണം, അല്ലാതെ തന്നെ ജയിക്കാൻ സാധിച്ചു. എതിരില്ലാത്ത വിജയം ഗംഭീരമായി ആഘോഷിക്കുകയാണ് മലപ്പുറത്ത്. ഞങ്ങളെ സംബന്ധിച്ച് കോപ്പ കിടക്കുക ഞങ്ങളുടെ കയ്യിൽ. ഞങ്ങൾ വേൾഡ് കപ്പ് ഞങ്ങളുടെ കയ്യിലാണ്, കോപ്പ വീണ്ടും ഞങ്ങളുടെ കയ്യിലാണ്. ഒരു സംശയമില്ലാതെ പറഞ്ഞ ആഘോഷത്തിൽ വലിയ ആവേശമാണ്. ഓരോ ഭാഗത്തും നിരവധി ആളുകൾ പടക്കം പൊട്ടിച്ചും മധുരം വിതരണമൊക്കെ ഇപ്പോൾ തന്നെ ആഘോഷം തുടങ്ങി എന്നുള്ളതാണ്. മലപ്പുറം എന്നാൽ തന്നെ ഫുട്ബോളിന്റെ കാൽപന്തിന്റെ നാടാണ്. ആ നാട്ടിൽ പിന്നെ ആഘോഷത്തിന് ഒരു അതിരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ആഘോഷത്തിന്റെ നിമിഷങ്ങൾ തന്നെയാണ്. എന്താണ് പേടിച്ചിട്ടാണോ വിജയിച്ചത്? എങ്ങനെയുണ്ട് അർജന്റീന? സിമ്പിൾ വിജയമാണ്, പ്രശ്നമില്ല. ഇവിടെ സാമ്പാർ മുന്നണികൾ ഇതുവരെയായിട്ട് ഞങ്ങളെങ്ങനെ ട്രോൾ ചെയ്യുന്നു. ഒരുപാട് ബ്രസീലിന്റെ ആരാധകർക്ക് കളി കാണാനുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കൊളംബിയ കളിച്ചു, അർജന്റീന ജയിച്ചു. അർജന്റീന ജയിച്ചു, ഓർക്ക് കിട്ടട്ടെ. 4ാമത്തെ കിരീടം അർജന്റീന, 3ാമത്തെ ഫൈനലിസ്റ്റ് മാച്ച്. ടൂർണമെന്റ് അല്ല, ടൂർണമെന്റ് കപ്പ് 3 ബ്രസീൽ ഇങ്ങനെ സ്ഥിരമായി പുറത്തു പോകും. ബ്രസീൽ ഒരു 3 കൊല്ലം വയ്യാതായി, ഒരു 4 കൊല്ലം. 2019 കോപ്പടിച്ച് പിന്നെ അങ്ങോട്ട് ഡൗൺ ആയി. ഒരു കോച്ച് വരട്ടെ, അപ്പൊ കിട്ടും. അർജന്റീന ജയിച്ചൊരു നിരാശ ഉണ്ടോ? അർജന്റീന ജയിച്ചൊരു നിരാശ ഉണ്ടോ? അർജന്റീന അങ്ങനൊന്നുമില്ല. എന്തപ്പോ അതിപ്പോ ലാസ്റ്റ് മിനിറ്റിൽ ഓരോ ടൈമിൽ ഗോൾഡും. ഇപ്പൊ ഞാനൊരു റയൽ മാഡ്രിഡ് ഫാനാണ്. ഞങ്ങൾ എപ്പോഴും കംബാക്ക് അടിക്കണവരാണ്. അതൊന്നുമില്ല. കൊളംബിയ പൊരുതി അവസാനം തളർന്നു. ഒരു കഴിഞ്ഞുള്ള ഫിസിക്കില്ല, 120 മിനിറ്റ് കളിക്കാനുള്ള ഫിസിക് അവർക്കില്ല. അങ്ങനെ അവസാനം ഒരു ഗോൾ വാങ്ങി. ബ്രസീൽ ഫാൻസിന്റെ രോദനം എന്ന് പറയേണ്ടി വരും. നിങ്ങൾ ബാക്കിയെടുക്കേണ്ടത് അർജന്റീനക്കാരെ ബാക്കിയെടുക്കേണ്ടത്. ഇവർക്കൊക്കെ എന്താ പ്രാധാന്യം? അവരുടെ കൂടി അറിയണ്ട. ആദ്യം പുറത്തുപോയ ടീമല്ലേ, ഓർക്കൊന്നും യാതൊരുവിധ നിലവാരമില്ലാതായിക്കൂടെ ഈ ടൂർണമെന്റില്. എന്തായാലും ഇത്തരത്തിലാണ് വാക്പോറുകളൊക്കെ ആരംഭിച്ചു. ബ്രസീലും അർജന്റീനയും ഒക്കെ വാക്പോറുകളും ആരംഭിച്ചു. അതിന്റെ ഒരു ആവേശം തന്നെയാണ് വിജയാഘോഷത്തിൽ നിന്നുള്ളതാണ്. എന്താണ് വിജയം? വിജയം അത്ര ഒരു സന്തോഷമല്ല. എന്താ അർജന്റീനക്കാരനല്ല? അല്ല, ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ പുറത്തായി, അർജന്റീന കപ്പെടുത്തു. എങ്ങനെ സഹിക്കാനില്ല, കുറെ കാലം നേടിയതല്ലേ. ഞാൻ സഹിക്കുക. 2-3 കിരീടങ്ങൾ നേടിയ അത് അവർക്ക് ഇതേ ഉള്ളൂ. അത് കഴിഞ്ഞു. ഇനിയില്ല, ഇല്ല. ഉറപ്പും 2 കോപ്പയൊക്കെ തുടച്ചു. ഓക്കെ, സംബന്ധം ശരി തന്നെയാണ്. ഇനി അവിടെ നാട്ടില്ല. ബ്രസീലായതുകൊണ്ട് അംഗീകരിക്കാൻ വയ്യ. എന്തായാലും ആ ഒരു അർജന്റീനയുടെ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് ഇപ്പൊ ബ്രസീലുകാരും എല്ലാവരും ഇവിടെ ഉണ്ട്. പലരും പക്ഷെ അവര് ബ്രസീലുകാരുടെ ഒരു സങ്കടം കൂടി ഘട്ടത്തിൽ കാണേണ്ടി വരുന്നുള്ളതാണ്. എന്താണ് വിജയം? അടിപൊളി വിജയല്ലേ, ആഘോഷത്തിന്റെ രാവാണ്. ഞങ്ങൾ മറ്റന്നാളെ മിക്കവാറും ബിരിയാണി വെച്ചാണ്ട് എല്ലാവർക്കും കൊടുക്കും. സാമ്പാർ മുന്നണികൾ കൊടുക്കണ്ടേ? പ്രത്യേകിച്ച് എന്തായാലും കൊടുക്കണല്ലോ, നമ്മള് പത്രക്കാരോട് മറ്റാളോട്. എന്തായാലും ബ്രസീലുകാർക്കൊക്കെ സാമ്പാർ മുന്നണിക്കൊക്കെ പ്രത്യേകിച്ച് ബിരിയാണി വിളമ്പുന്നതാണ് മലപ്പുറത്തെ പ്രഖ്യാപനം. ആ രീതിയിലുള്ള ആഘോഷം തന്നെയാണ്. പക്ഷെ അവിടെ പടക്കം പൊട്ടിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ ആഘോഷം തന്നെ ഇത്തരത്തിൽ നടക്കുന്നു. ആഘോഷത്തിന്റെ രാവാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് അർജന്റീന ആരാധകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും മുതിർന്നവരുമൊക്കെ ഒരുപോലെ ആഘോഷിക്കുന്നു. എതിരില്ലാത്ത ഒരു ഗോളിന് എക്സ്ട്രാ ടൈമിന്റെ 22ാം മിനിറ്റിൽ ലോട്ടോറോ മാർട്ടിൻസ് നേടിയ ഗോളിൽ ആ ഗോളിന്റെ ആവേശ തിമിർപ്പിലാണ് ഇപ്പോഴും അർജന്റീന ആരാധകർ എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.